കോഴിക്കോട് LDFന് അപ്രമാദിത്വമുള്ള ഒരു ജില്ലയാണ്. 13 സീറ്റുകൾ, ആകെയുള്ള 13 സീറ്റുകൾ, അതിൽ 11 LDF നേടിയിട്ടുള്ള ജില്ലയാണ്. കഴിഞ്ഞ കാൽ നൂറ്റാണ്ടായി കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയും അവിടെ നിന്ന് ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യവും യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് നോക്കിയാൽ അവിടെ ലീഗിന്റെ ഒരു സീറ്റ്, ഒപ്പം തന്നെ RMP ജയിച്ച വടകര, അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം LDFന്റെ പക്കൽ സേഫ് ആയിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അതുതന്നെയായിരുന്നു സാഹചര്യം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടി ചില മാറ്റങ്ങൾ നമ്മൾ കോഴിക്കോടും കാണുന്നുണ്ട്. ഒപ്പം തന്നെ ബേപ്പൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ തീപാറും പോരാട്ടമാണ്. അവിടെ സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നു. അത് വലിയ രീതിയിൽ ആ മണ്ഡലത്തിന്റെ മത്സരത്തെ മാറ്റിയിട്ടുണ്ട്. അതിന്റെ സാഹചര്യം എന്താണ് എന്നത് നോക്കണം. പേരാമ്പ്രയിലെ വാക്പോര് ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും രൂക്ഷമായ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രചരണങ്ങൾ ഒക്കെ നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ജില്ലയിൽ കണ്ടിട്ടുള്ളത്. എന്താണ് ഈ അവസാന നിമിഷങ്ങളിലെ കോഴിക്കോടിന്റെ സാഹചര്യം, കോഴിക്കോടിന്റെ മനസ്സിൽ എന്ത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇടതിനെ സംബന്ധിച്ച് അവരുടെ ഉറച്ച കോട്ട എന്ന് തന്നെ പറയാം. എല്ലാ ഘട്ടങ്ങളിലും അവർക്കൊപ്പം ഉറച്ചു നിന്നിട്ടുണ്ട്. ഭരണം നഷ്ടപ്പെടുന്ന ഘട്ടങ്ങളിൽ പോലും കോഴിക്കോടിനെ സംബന്ധിച്ച് അവർക്ക് ആശങ്കകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതാണോ സാഹചര്യം? UDFനെ സംബന്ധിച്ച് അവർ വലിയ പ്രതീക്ഷ ഇത്തവണ പങ്കുവെക്കുന്നുണ്ട്. കൂടുതൽ മണ്ഡലങ്ങൾ പിടിക്കാം എന്ന ഒരു ആത്മവിശ്വാസം അവരെ സംബന്ധിച്ചുണ്ട്. ഒപ്പം BJPയും അവരുടേതായ നിലയിൽ ശക്തി ഉയർത്തിക്കൊണ്ടുവരുന്നു. അത് ഒരുപക്ഷെ ഫലം നിർണ്ണയിക്കുന്ന തരത്തിലേക്കൊക്കെ 1-2 മണ്ഡലങ്ങളിൽ BJPയുടെ സാന്നിധ്യം അവിടെ ഉണ്ട്, നഗരപ്രദേശങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് കോഴിക്കോടിന്റെ മനസ്സിൽ? ഈ LDFന്റെ അപ്രമാദിത്വത്തിന് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ കോൺഗ്രസ് അവിടെ? രേണുക, വലിയ കൊടുങ്കാറ്റുകളും മഹാതരംഗങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും LDFനെ വിട്ടു പോകാത്ത ഒരു മണ്ഡലമാണ് കോഴിക്കോട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകളിൽ 11 വെണ്ണിക്കൊടി പാറിക്കാൻ CPMന് അല്ലെങ്കിൽ LDFന് കഴിഞ്ഞ ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം തുടർഭരണം നിലനിർത്തണമെങ്കിൽ ഏറ്റവും അനിവാര്യമായത് കോഴിക്കോട് ജില്ലയിലെ ഒരു മഹാവിജയമാണ്. ഒപ്പം UDFന് ഭരണത്തിൽ കയറണമെങ്കിൽ കേവലം തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മാത്രം, അല്ലെങ്കിൽ മലപ്പുറത്തും മാത്രം നേട്ടമുണ്ടാക്കിയാൽ പോരാ. കണ്ണൂർ പോലെ കോഴിക്കോട് പോലെയുള്ള വലിയ ജില്ലകളിൽ കൂടി സീറ്റ് നില മെച്ചപ്പെടുത്തിയാൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അത്തരമൊരു പദ്ധതികൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ കോൺഗ്രസ് ഈ കോഴിക്കോട് ആസൂത്രണം ചെയ്തു വന്നത്. എന്തായാലും ആ പദ്ധതികൾ ഏതാണ്ട് പാതി വഴിയിൽ വിജയിച്ചു എന്ന് തെളിയിക്കുന്നതായിരുന്നു കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. ചരിത്രത്തിലാദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരിക്കാൻ UDFന് കഴിഞ്ഞു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. ഒപ്പം പഞ്ചായത്തുകളിൽ വലിയ ഒരു മേധാവിത്വം UDFനുണ്ട്. UDFിൻ്റെ പ്രസിഡന്റുമാരാണ് പലയിടത്തും ഭരിക്കുന്നത്. ഒപ്പം കോഴിക്കോട് കോർപ്പറേഷൻ ഒറ്റയ്ക്ക് CPM ഭരിച്ചിരുന്ന ഒരു കാലമുണ്ട്. അത് മാറി ഇപ്പോൾ സ്വന്തം നിലയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയ രീതിയിലേക്ക് മാറുന്നു. ഇതൊക്കെ UDFന് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങളാണ്. രേണുക, ആദ്യം രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. BJPയുടെ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നു എന്നതാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി കോഴിക്കോട് നഗരത്തിന്, അല്ലെങ്കിൽ നഗരത്തോട് ചേർന്ന മണ്ഡലങ്ങളിലെ പോരാട്ടത്തെ ശ്രദ്ധേയമാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം കോഴിക്കോട് നോർത്ത് തന്നെയാണ്. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൻ്റെ കീഴിലെ ഏതാണ്ട് 7 വാർഡുകൾ നിലവിൽ ഭരിക്കുന്നത് BJPയാണ്, അല്ലെങ്കിൽ BJPയുടെ കൗൺസിലർമാരാണ് അവിടെ നിന്നും ജനപ്രതിനിധികളായി കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് പോയിരിക്കുന്നത്. MT രമേശ് ആയിരുന്നു കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായി കോഴിക്കോട് നോർത്തിൽ നിന്നും ജനവിധി തേടിയത്. അദ്ദേഹം ഏതാണ്ട് 30,000 വോട്ടുകളാണ് കഴിഞ്ഞ തവണ നേടിയത്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അതിനേക്കാൾ ഏറിയ വോട്ടുകൾ BJP സമാഹരിച്ചിട്ടുണ്ട്. തോട്ടത്തിൽ രവീന്ദ്രനാണ് കോഴിക്കോട് നോർത്തിലെ സിറ്റിംഗ് MLA. അദ്ദേഹം 12,000-ലധികം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. പക്ഷേ ഇത്തവണ ഒരു കൃത്യമായ ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തോട്ടത്തിന് എതിരായി അഡ്വക്കേറ്റ് K ജയന്ത്, മുൻ KPC പ്രസിഡന്റൊക്കെ ആയിരുന്ന K സുധാകരൻ്റെ ഉറ്റ അനുയായിയായിരുന്നു. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഒരു പ്രധാന നേതാവ് കൂടിയാണ്. അദ്ദേഹം മത്സരിക്കുന്നു. മറുവശത്താണ് നവ്യ ഹരിദാസ് എന്ന സമീപകാലത്ത് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി പരീക്ഷിച്ച കൗൺസിലിൽ തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുന്ന, വയനാട്ടിലടക്കം മത്സരിച്ച് പരിചയമുള്ള ആളെയാണ്, നവ്യ ഹരിദാസിനെയാണ് ഇത്തവണ മത്സരിപ്പിക്കാൻ
ഇട്ടിരിക്കുന്നത്. എന്തായാലും പ്രചാരണ രംഗത്തൊക്കെ ഇരു മുന്നോടൊപ്പം അല്ലെങ്കിൽ ഇരു മുന്നണികളെക്കാൾ കുറച്ചുകൂടി മുൻതൂക്കം പ്രചാരണ രംഗത്ത് BJP സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നുവെന്ന് പറയാതെ വയ്യ. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ 30,000 വോട്ട് എന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പാറ്റേണിലേക്ക് വർദ്ധിപ്പിച്ച ഒരു 40,000 വോട്ടിലേക്ക് എത്തിയാൽ അത് വലിയ ഒരു തിരിച്ചടിയായി മാറും LDF-ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അവരുടെ വിജയ ശതമാനത്തിൽ അല്ലെങ്കിൽ വോട്ടുകളുടെ വിഹിതത്തിൽ ഒരു വലിയ മാറ്റം വരും. അത് ഒരുപക്ഷെ ഒരു അട്ടിമറിയിലേക്ക് പോലും നീങ്ങുമോ എന്ന ഒരു ആശങ്ക ഇടത് ക്യാമ്പിൽ പലരെങ്കിലും പ്രകടിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ BJP വോട്ട് ചോർച്ച നടത്തിയാൽ തനിക്ക് അനുകൂലമാവും എന്ന ഒരു പ്രതീക്ഷ ജയന്തിനുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ ഘട്ടം വരെ പരിശോധിച്ചാൽ പോലും ഒരിക്കലും നഷ്ടപ്പെടുമെന്ന് CPM കരുതുന്ന മണ്ഡലമല്ല നോർത്ത്. എങ്കിൽ പോലും വോട്ടുകളുടെ വിഹിതത്തിൽ ഒരു വലിയ കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് പ്രചാരണം കഴിയുമ്പോൾ കുട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ് ആളുകൾ ബൂത്തുകളിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് കോഴിക്കോട് സൗത്ത്. അഹമ്മദ് ദേവർകോവിലാണ് സിറ്റിംഗ് MLA. അതിനു മുമ്പ് MK മുനീർ മത്സരിച്ച മണ്ഡലമാണ്. UDF-ൻ്റെ ഒരു ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലമായിരുന്നു. അദ്ദേഹം കൊടുവള്ളിയിലേക്ക് മത്സരിക്കാൻ പോയപ്പോഴാണ് നൂർബിന റഷീദിനെ കഴിഞ്ഞ തവണ മത്സരരംഗത്ത് ഇറക്കുകയും പക്ഷേ ലീഗിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ എത്തുകയും വനിതകളുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അഹമ്മദ് ദേവർകോവിൽ മത്സരിക്കുന്ന ഒരു സാധ്യതയുണ്ടാവും. അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. അവിടെയും 12,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച ഒരു മണ്ഡലം തന്നെയാണ്. പക്ഷേ ഇത്തവണ MK മുനീർ മത്സരിക്കുമെന്ന് ആദ്യഘട്ടം മുതൽ പറഞ്ഞു കേട്ടെങ്കിലും പിന്നീട് ഫൈസൽ ബാബു എന്ന യൂത്ത് ലീഗിൻ്റെ നേതാവിനെയാണ് മത്സരിക്കാനായി അവിടെ രംഗത്തിറക്കിയത്. പക്ഷേ അവിടെയും ഒരു കറുത്ത കുതിരയായി മാറും എന്ന ചില കണക്കൂട്ടലുകൾ വരുന്ന റിനീഷ് എന്ന അവരുടെ ഒരു യുവ കൗൺസിലറാണ്. അദ്ദേഹം കഴിഞ്ഞ 2 തവണയായി കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ച് വിജയിക്കുന്നയാളാണ്. അത് രണ്ടും CPM-ൻ്റെ കോട്ടകളിൽ നിന്നാണ്. അതായത് പുതിയറയിൽ നിന്നും ആദ്യം വിജയിച്ചെങ്കിൽ കഴിഞ്ഞ തവണ ഒറ്റമ്മൽ ബീന ഫിലിപ്പ് എന്ന മുൻ മേയറുടെ വാർഡ് അട്ടിമറിച്ച് CPM-ൻ്റെ നെടുങ്കോട്ടയിൽ വിള്ളൽ വീഴ്ത്തി വിജയിച്ച ആളാണ്. അതുകൊണ്ട് ആ മേഖലയിലും കുറച്ചധികം ഡിവിഷനുകൾ BJP-ക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ ജനകീയനായ ആളാണ്. സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ മുതൽ പ്രചാരണ രംഗത്ത് വളരെ മുന്നോട്ട് പോവുകയും ചെയ്തു. കഴിഞ്ഞ തവണ 24,000-ലധികം വോട്ടുകളാണ് BJP അവിടെ നേടിയത്. അവിടെയും ഒരു 10,000 വോട്ടിൻ്റെ മാറ്റം സൃഷ്ടിച്ചാൽ എന്താവും അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്നത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായി തന്നെ വരും. എന്തായാലും അട്ടിമറി അവിടെയും അഹമ്മദ് ദേവർകോവിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ 2 മണ്ഡലങ്ങളിലും BJP അവരുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. ഇനിയാണ് നമ്മൾ ഈ ബിഗ് ഫൈറ്റുകൾ നടക്കുന്ന മണ്ഡലങ്ങളെ പരിശോധിച്ചാൽ അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയായി മാറിയ മണ്ഡലം ബേപ്പൂരാണ്. അൻവറിൻ്റെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ബേപ്പൂരിലെ മത്സരം ശ്രദ്ധേയമായത്. ഇടത് കോട്ട എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഇളകാത്ത കോട്ടയാണ്. VKC മുഹമ്മദ് കോയും എളമരം കരീമും TK ഹംസയെ പോലുമുള്ള മുതിർന്ന നേതാക്കൾ വിജയിച്ച മണ്ഡലം. കോലീബി സഖ്യം പോലെ എല്ലാ കക്ഷികളും ഒന്നിച്ച് CPM-നെതിരെ അണിനിരന്നിട്ടും വിജയിക്കാൻ പറ്റാത്തൊരു കോട്ടയാണ്. ആ കോട്ട പൊളിക്കാനാണ് ഇത്തവണ നിലമ്പൂരിൽ നിന്നും അൻവർ എത്തിയിരിക്കുന്നത്. പിണറായി സത്തിനും മരുമോനത്തിനും എതിരായ പോരാട്ടമെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയാണ് അദ്ദേഹം ബേപ്പൂരിൽ വോട്ട് പിടിക്കുന്നത്. പക്ഷേ ഇത്തരത്തിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പ് രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. വികസന കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് എന്നൊക്കെയാണ് മുഹമ്മദ് റിയാസിൻ്റെ ഒരു മറുപടി. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്, പ്രധാനപ്പെട്ട മന്ത്രിയാണെങ്കിൽ പോലും ബേപ്പൂർ വിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അദ്ദേഹത്തിന് കഴിയാത്ത വിധം അദ്ദേഹത്തെ PV അൻവർ ബേപ്പൂരിൽ ലോക്ക് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 1-2 തവണ കോഴിക്കോട് നോർത്ത് എലത്തൂർ പോലുള്ള ചില സ്ഥലങ്ങളിൽ 1-2 ചടങ്ങുകളിൽ പങ്കെടുത്ത ഒഴിവാക്കിയാൽ അദ്ദേഹം പൂർണ്ണമായി തന്നെ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് വോട്ട് പിടിക്കുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. എന്തായാലും ആദ്യത്തെ ഒരു ആവേശം അവസാനം വരെ കൊണ്ടുപോകാൻ അൻവറിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഒപ്പം കോൺഗ്രസ് നേതാക്കൾ കൂട്ടത്തോടെ മത്സരിക്കുന്നതിനാൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രവീൺ കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നു, അഭിജിത്ത് നാദാപുരത്ത് മത്സരിക്കുന്നു, ഒപ്പം വിദ്യാബാലകൃഷ്ണൻ മത്സരിക്കുന്നു. അങ്ങനെ പ്രധാന നേതാക്കളൊക്കെ പലയിടങ്ങളിലായി മത്സരിക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഉദ്ദേശിച്ച രീതിയിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ബേപ്പൂരിനെ സംബന്ധിച്ച് പറയേണ്ടി വരും. അതുകൊണ്ട് വലിയൊരു അട്ടിമറി അവിടെ പ്രതീക്ഷിക്കുന്നില്ല. LDF തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്ന മണ്ഡലം ആണ്. മറ്റൊരു മണ്ഡലം നേരത്തെ നമ്മൾ പറഞ്ഞ എല്ലാ ദിവസവും ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാമ്പ്രയാണ്. അവിടെ LDF കൺവീനർ TP രാമകൃഷ്ണനാണ് LDF-ൻ്റെ സ്ഥാനാർത്ഥിയെ ജനവിധി തേടുന്നത്. അദ്ദേഹം തുടർച്ചയായി മത്സരിക്കുന്ന വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടെ നേരത്തെ പല പേരുകൾ പറഞ്ഞ് കേട്ടെങ്കിൽ പോലും ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മുസ്ലിം ലീഗ് അവിടേക്ക് ഇറക്കിയത്. കോഴിക്കോട് കോർപ്പറേഷനിൽ കുറ്റിച്ചിറ വാർഡിൽ നിന്നും വലിയ വിജയം നേടിയ ഫാത്തിമ തെഹ്ലി എന്ന ഒരു കാലത്തൊരു വിമത ശബ്ദം എന്ന് പറയാവുന്ന രീതിയിൽ പോലും പാർട്ടിക്കുള്ളിൽ ഉയർത്തിയ ഫാത്തിമ തെഹ്ലിയാണ് അവിടേക്ക് മത്സരത്തിനായി വന്നത്. എന്തായാലും ഒരു യുവ മുഖം മത്സരത്തിന് എത്തിയപ്പോൾ തന്നെ പേരാമ്പ്രയിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. നേരത്തെ പാലക്കാട് നിന്നും വടകരയിലേക്ക് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ കണ്ട ഒരു ആവേശം അവിടെ പ്രകടമാവുന്നു. എന്തായാലും മുസ്ലിം വോട്ടുകളിൽ ഒരു വലിയ ഏകീകരണം നടക്കുന്നു. അല്ലെങ്കിൽ ആ നിലയിൽ എങ്ങനെയാണ് കോഴിക്കോട് ഉണ്ടാവുക എന്ന ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ അനീഷ്. വടകര
പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള മണ്ഡലങ്ങളിൽ ആ നിലയ്ക്ക് ഒരു ഷാഫി ഇഫക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഷാഫി കൂടുതൽ സമയം അവിടം കേന്ദ്രീകരിച്ച് പ്രചരണത്തിലൊക്കെ സജീവമാകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഒരു ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ടാകും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? രേണുക, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്താണ് ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പാലക്കാട്ട് നിന്നും എത്തുന്നത്. ആ സമയം മുതൽ ഒരു വലിയ ആവേശം കോൺഗ്രസ് ക്യാമ്പിൽ പ്രകടമായിരുന്നു. വലിയ തോതിൽ, പ്രത്യേകിച്ചും ന്യൂനപക്ഷം ഭൂരിപക്ഷമാവുന്ന മേഖലയിലൊക്കെ വലിയ തോതിൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രചരണ രംഗത്തേക്ക് ഒഴുകി വരുന്നു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഷാഫിക്ക എന്ന വിളിയോടുകൂടി ഒഴുകി വരുന്ന ഒരു കാഴ്ചയെ കണ്ടു. നമ്മൾ അന്ന് കണ്ട ആ ആവേശം തെരഞ്ഞെടുപ്പ് ഫലം എത്തിയപ്പോൾ അത് നിലനിർത്താൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ആവേശത്തെക്കാൾ ഉപരി വോട്ടുകൾക്ക് ജയിക്കാൻ കഴിഞ്ഞു. കാരണം CPM-ലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ KK ശൈലജയാണ് അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിന് മലർത്തി അടിച്ചത് വടകരയിൽ നിന്നും. അതുകൊണ്ട് ആ ഒരു പ്രഭാവം ഷാഫി വന്ന ശേഷം കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDF-ൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷമാണ്. പ്രത്യേകിച്ചും നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, വടകര ഈ 4 നിയമസഭാ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തെ അദ്ദേഹം സ്വാധീനിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും UDF കരുതുന്നത്. പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷങ്ങൾ ഒരുപാട് തിങ്ങി നിറയുന്ന മേഖലകളിൽ വലിയൊരു ആവേശം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രകടമായിരുന്നു. 300-നടുത്ത് വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ള പരാജയപ്പെട്ടത്. അതുകൊണ്ട് അത്തരം ചില നൂൽപ്പാലത്തിലൂടെ വിജയം നേടിയ മണ്ഡലങ്ങളിൽ ഷാഫി ഇഫക്റ്റ് വർക്കൗട്ട് ആവും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും UDF-നുള്ളത്. ഒപ്പം പേരാമ്പ്രയിൽ വെറുതെ അല്ല CPM ആരോപണവുമായി മുന്നോട്ട് വന്നത്. ഈ മുസ്ലിം കുടുംബങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം വോട്ടർമാരുടെ മനസ്സിൽ വലിയ തോതിൽ ഈ ഫാത്തിമ സ്തേഹിലേക്ക് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിരുന്നു. അവരുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് ആ ദൃശ്യത്തിൻ്റെ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു എത്രമാത്രം ആഴത്തിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും ആ വിവാദമാണ് അവസാനം വരെയും പേരാമ്പ്രയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. രേണുക, തീർച്ചയായും അങ്ങനെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്തു കോഴിക്കോട്. അവിടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 2 പേരെ സംബന്ധിച്ചെങ്കിലും വളരെ നിർണായകമാണ്. എന്താണ് PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്നത് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും. ഒരേ സമയം അത് മരുമോനിസത്തിനെതിരെയും പിണറായിസത്തിനെതിരെയുമുള്ള യുദ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് PV അൻവർ എത്തുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നത് കൂടിയാകും PV അൻവറിന്റെ അങ്ങനെ ഒരു സാഹചര്യം. ഒപ്പം വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ ഉള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഷാഫി പറമ്പിലിന് കഴിയുമോ എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് ഷാഫിയുടെ മൈലേജ് ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അങ്ങനെ നേതാക്കന്മാരെ സംബന്ധിച്ച് കൂടും ഈ ഫലം വളരെ നിർണായകമാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. എന്തായാലും നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. 23 ദിവസം മാത്രം കിട്ടിയ ഒരു പ്രചരണം ആണ്. അവിടെ നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നതാണ്. ആ വിഷയങ്ങൾ ഒക്കെയും ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അവർ നിശബ്ദമായി അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.